എവിടെ അവൻ? നിനക്കറിയില്ലടാ ആരെന്ന്? സത്യമായിട്ട് എനിക്കറിയില്ല. കള്ളം പറയുന്ന പട്ടി. അവനെ കിട്ടണമെങ്കിൽ നിന്നെ പൊക്കിയാൽ മതി എന്നാണല്ലോ ഞങ്ങൾ അറിഞ്ഞത്. വിളിടാ അവനെ. അവൻ എന്നെ വിളിക്കത്തൊന്നുമില്ല. ഹലോ എവിടാ നീ എവിടെ ഉണ്ടെങ്കിലും അവിടെ ഒന്ന് പൊക്ക നിന്നെ. നീ വരാതെ ഇവനെ ഞങ്ങൾ വിടില്ല. നീ തരണ്ട, ഞങ്ങള് വാങ്ങിച്ചോളാം. എനിക്ക് കുറച്ചുകൂടെ സമയം കിട്ടും. നീ എന്തൊക്കെയാ അന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്? ചെമ്മീൻ കെട്ട്, മത്സ്യകൃഷി, 2/4, മുംബൈയിലെ യാദവ്, ഇമ്പോർട്ട് എക്സ്പോർട്ട്. നിനക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. ഇതെങ്ങനെയാണ് നീ കെട്ടിയത്? എങ്ങനെയോ ഒരു അഡ്ജസ്റ്റ്മെന്റ് കെട്ടിയതാണ്. നീ തന്നെ കെട്ടിയല്ലേ? ഊരാൻ പറ്റില്ല. ഇവിടെ അതൊക്കെ പിന്നെ ഇങ്ങിതാ, ഞാൻ വെച്ചോളാം. നിന്റെ ടൈ തന്നെയല്ലേ അത്? ഞാൻ വാടക എടുത്ത്. ഞാനിപ്പോ വേറെ പരിപാടിയല്ലടാ. അല്ല സാറേ, അല്ല, എന്ത് ഉടായിപ്പായിട്ട് ഇപ്പൊ ഇവിടെ? ഇങ്ങോട്ട് കെട്ടിയതേ. ഉടായിപ്പൊന്നുമല്ല, മറ്റേ ബിസിനസ്. മറ്റേ ML multi-level. ഇത് പുതിയ ഇന്റർനാഷണൽ ലെവൽ ബിസിനസ്, ഫിഷറീസ്. അയ്യേ, മീൻ കച്ചവടോ? അയ്യേ, ഇതാണ് ഈ ലോക്കൽസിന്റെ പ്രശ്നം. എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൊ അതിനെ ലോക്കൽ വൽക്കരിച്ചു. എടാ, ഫിഷറീസ് എന്ന് പറഞ്ഞാൽ ലോകം കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ആണ്. സോഫ്റ്റ്വെയർ കമ്പനീസ് അവിടെയാണെങ്കിൽ തൊട്ട് താഴെയാണ് ഫിഷറീസ്. നീ ആദ്യം താഴെ വാ. എന്താണ് കാര്യം പറഞ്ഞിട്ട്? ഇതൊന്നുമില്ല, ഇത് ഒരു മത്സ്യകൃഷി. മത്സ്യകൃഷി. എടാ, നമുക്ക് ഈ ഉള്ള സ്ഥലത്തോട്ട് നമ്മൾ കുറച്ച് മത്സ്യം ഇടുന്നു, ഒരു കുഴി എടുക്കുന്നു. മീൻ കച്ചവടം അല്ല, അവിടെ കുറച്ച് വെള്ളം ഒഴിച്ച് മീനായിട്ട് സ്പെഷ്യൽ ഓക്സിജനെ കൊടുത്ത് ഇങ്ങനെ വളർത്തിയെടുക്കുന്നു. ഇതവിടെ കിടന്ന് വളർന്നുകൊണ്ടിരിക്കുകയൊന്നുമില്ല, അപ്പൊ തന്നെ വരും കോർപ്പറേറ്റ് കമ്പനീസ്. കോർപ്പറേറ്റ് കമ്പനി നിന്റെ മീൻ വാങ്ങാണ്ടി ഇവിടെ വരും. എടാ, ഈ കോർപ്പറേറ്റ് കമ്പനീസ് ഫുള്ള് ഇപ്പൊ ഇതിനകത്തല്ലേ. അവർ വരുന്നു, മീൻ എടുക്കുന്നു, നേരെ എക്സ്പോർട്ട്, ഇമ്പോർട്ട്, സീപോർട്ട്, എയർപോർട്ട് വഴിയാണല്ലോ ഈ വരവും പോക്കൊക്കെ. അങ്ങനെ കംപ്ലീറ്റ് പരിപാടിയാണ്. അല്ല, നീ പറഞ്ഞ ഈ കുഴിയൊക്കെ കുഴിച്ച് ടാർപ്പൊക്കെ ഇട്ട് മീനൊക്കെ ഇട്ട് വെള്ളത്തിൽ ഈ pH വാല്യൂ പിന്നെ കടലും കായലൊക്കെ pH കിട്ടില്ല മീൻ കിടക്കുന്ന. ഇതൊക്കെ വെറുതെ നാട്ടുകാർ പറയുന്ന നിരുത്സാഹപ്പെടുത്താൻ. ഈ ബിസിനസ്സിലോട്ട് ഇറങ്ങിയ ഒരു 2.5 lakhs ഇൻവെസ്റ്റ്മെന്റേ ഉള്ളൂ. ഈ 2.5 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഇന്റർനാഷണൽ ബിസിനസ് ആണ്. ഇങ്ങോട്ട് മുറുക്കാങ്കറ ഇതല്ല, ഇത് ഇന്റർനാഷണൽ ബിസിനസ് ആണ്. ഇനി ഫ്ലൈറ്റ് ഒക്കെ പോണ്ടേ? സാർ എന്ത് മീനാണ് ഇടാൻ പോകുന്നത്? അങ്ങനെ റിച്ച് ആൾക്കാർ കഴിക്കുന്ന മീനാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. എവിടെ നിന്നാണ് ഈ മീൻ വരുന്നത്? അതൊക്കെ ബീഹാറിലെ ഒരു കൂട്ടാനുണ്ട്, യാദവ്. അവനോട് കൊടുത്തേക്കും. നീ കൂടുതൽ ചോദ്യം ചോദിക്കണം, വേണമെങ്കിൽ റെഡിയാണ്. അതെന്ത് കേരളത്തിൽ മീൻ പറ്റൂല? കേരളത്തിൽ മീനൊക്കെ ഭയങ്കര സ്മെല്ലാണ്. നീ വേണമെങ്കിൽ കൈതാ, ഞാൻ സയന്റിഫിക് ആയിട്ട് റിസർച്ച് ചെയ്യണം. ഇതൊക്കെ ഞാൻ ഫുൾ പഠിച്ച റിപ്പോർട്ട് വിശ്വസിക്കാം. ഇങ്ങനെ കൈതാ, ഇങ്ങനെ തൽക്കാലം 1 ലക്ഷം രൂപ വരാം. 2 ലക്ഷം രൂപ, 50,000 ഞാൻ ഇട്ടോളാം. 50 രൂപ നമ്മൾ പാർട്ട്നേഴ്സ്. വിശ്വസിക്കാം. ഞാൻ വിചാരിക്കുന്നു, ഈ ബിസിനസ് നിങ്ങൾക്ക് എന്നും ഒരു താങ്ങായിരിക്കും. ആണല്ലേ? അന്നെല്ലാം നീ ഞങ്ങൾക്കൊരു താങ്ങായിരിക്കും എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെയൊക്കെ താങ്ങുമെന്ന് വിചാരിച്ചില്ല. ഒരു മാസം ശരി, ഒരേ ഒരു മാസം. അതിനകത്ത് ഞങ്ങളുടെ മുഴുവൻ പൈസ സെറ്റിൽ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ആരാ നീ അറിയും, കേട്ടോ? നീയും അറിയും. അതെ, അവൻ തരൂ. തന്നില്ലെങ്കിൽ നേരിവായിരിക്കും. അല്ല, ഇനി എന്താ പരിപാടി? ചെറുക്കൻ സ്മോക്കി വരുന്നുണ്ട്. നമുക്ക് മലക്കൊക്കെ പോയിട്ട് വന്നല്ലേ, ഇവിടെ തിരിച്ചോളെ. അളിയാ, അന്ന് മൂന്നാറ് മുഴുവനും നല്ല ഹെവി മഞ്ഞായിരുന്നു. അവിടുത്തെ തണുപ്പിന്റെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, അല്ലേ? അവളിങ്ങനെ ഒറ്റയ്ക്ക് ഒറ്റ ടവൽ കൊടുത്തോണ്ട് എന്റെ റൂമിലേക്ക് ഇങ്ങനെ കേറി വരികയായിരുന്നു. എന്നിട്ട് അവളിങ്ങനെ കേറി വന്നിട്ട് എന്റെ അടുത്ത് വന്നിട്ട് അവളിങ്ങനെ വേണ്ട ഒരു കാര്യം. ഡേയ്, ഇതൊക്കെ നേരിട്ട് അനുഭവിക്കേണ്ടതാണ്, അല്ലാതെ കേട്ട് സൂഹിക്കേണ്ടതല്ല. മനസ്സിലായ? എന്നാലും പറ, എന്താ അളിയാ ഇത്? എടാ, ഞങ്ങളെ ഇമാതിരി പരിപാടിക്കൊന്നും നിൽക്കൂല. കാരണം എന്താണെന്നറിയോ? ഞങ്ങൾക്ക് നല്ല അന്തസ്സൊക്കെ ഉണ്ട്. വാട്ട് അണ്ടസ് മാൻ? അന്തസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇമാതിരി സെറ്റപ്പിനൊന്നും താല്പര്യമില്ല. നോട്ട് ഇൻട്രസ്റ്റഡ്. അതാണ്. കിട്ടാത്ത മുന്തിരി ഇത്തിരി പുളിക്കും. ഏത് പുളിക്കും അളിയാ? അത്യാവശ്യം നല്ല എരിവും പുളികളുടെ കൂട്ടത്തിലാണ് നമ്മൾ. കേട്ടാ, ഇവൻ നമ്മുടെ ബട്ടർഫ്ലൈ അല്ലേ അളിയാ? പൂമ്പൊടി തിന്നും പൂമ്പാറ്റ, പൂന്തേനുണ്ടും പൂമ്പാറ്റ.
കോപ്പ്. എടേ എനിക്കൊരു സാധനത്തിന് സെറ്റ് ചെയ്യണമെങ്കിലേ അങ്ങ് ഡിസ്ട്രിക്റ്റും വിട്ട് സ്റ്റേറ്റും വിട്ട് അങ്ങ് പോയാലേ വല്ല നടക്കുള്ളൂ. നിനക്കൊക്കെ എന്നാ ഭാഗ്യമാടാ. എന്ത് ഭാഗ്യം? ആ, സ്വന്തമായിട്ടൊരു ഫ്ലാറ്റ്, മാസാമാസം അക്കൗണ്ടിൽ വരുന്ന മണി. ആ പിന്നെ ഇവിടെ കിടന്ന് വല്ലതും കാണിച്ചാലും ആരും തിരിഞ്ഞു നോക്കൂല അല്ലേ? അടയാ, അത് അളയൻ്റെ വെറും തോന്നൽ. ഈ ചുറ്റുമുള്ള തെണ്ടികളുടെ എല്ലാവരുടെ നോട്ടം ഈ ഫ്ലാറ്റിലോട്ടാണ്. എന്തുകൊണ്ടാ? നമ്മൾ ബാച്ചിലേഴ്സ് ആയിട്ട് കെട്ടിച്ച് വിടണ്ടേ? പിന്നെ ഞങ്ങളിവിടെ എല്ലാ പോക്കൃത്തരങ്ങളും കാണിക്കുമെങ്കിലും പെണ്ണ് കേസിൽ മാത്രം ഞങ്ങൾ പുറകെ പോയിട്ടില്ല. കാരണം എന്താ? ഞങ്ങൾക്ക് അതിൽ താല്പര്യമില്ല. ഈ ലോകത്തിലെ ഏറ്റവും നല്ല ലഹരി എന്താണെന്നറിയാം? എന്താ? ആ അറിയാമെങ്കിൽ മാത്രമേ പറയാം. അറിയില്ല. എടാ എടാ, അത് ലേഡീസാ. ഓ ലേഡീസ്. എടാ അത് ലേഡീസാ. കറക്റ്റ്. ഇത് ഓരോന്നും ഓരോ ഫ്ലേവേഴ്സാ. ചിലത് ചോക്ലേറ്റ്, ചിലത് എന്റെ സ്ട്രോബെറി. പൊന്നളിയാ, നീ വെറും കോഴിയല്ല, അൽഫ. അളയ, നമുക്ക് ഈ സെറ്റപ്പിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് നമ്മളെ ഗേൾ ഫ്രണ്ട്സിന്റെ ധാരാളം. അധികം അങ്ങനെ ഫ്ലേവേഴ്സിനോടൊന്നും താല്പര്യമില്ല. സംജാ? എടാ മണ്ടന്മാരെ, നിന്നെയൊക്കെ വിറ്റ കാശ് അവളുമാരെ കയ്യിലുണ്ട്. നിങ്ങളൊക്കെ അഫെയർ ആയിട്ടെ 4 വർഷമായില്ലേ? എടാ ഈ 4 വർഷം കൊണ്ട് അവളുമാരെ എപ്പോഴെങ്കിലും ഫ്ലാറ്റ് വന്നിട്ടുണ്ടോ? നീയൊക്കെ വിളിച്ചിട്ടില്ല എന്നൊന്നും പറയണ്ട. വിളിച്ചു, അവളുമാർ വന്നില്ല. അവളുമാര് നൈസായിട്ട് എസ്കേപ്പായി. ആ സ്ഥിരം പോകുന്ന കോഫി ഷോപ്പ് അല്ലാതെ വേറെ എവിടെയെങ്കിലും അവളുമാർ വന്നിട്ടുണ്ടോ? ഇല്ല. എടാ അവളുമാര് നൈസായിട്ട് സേവ് ആകാൻ ശ്രമിക്കുകയാണ്. ഏത് മനസ്സിലായോ? അവളുമാർക്ക് ഇതൊക്കെ ജസ്റ്റ് ഫോർ എ ഫൺ. എടാ ഈ 4 വർഷത്തേക്ക് വെറും എൻജോയ്മെന്റിനാണ് അവളുമാർ നിന്നെയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 4 വർഷത്തെ പഠിത്തം കഴിഞ്ഞ് അവളുമാരെ കാര്യം നോക്കി പോവുകയും ചെയ്യും. ചൂടാവാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല. നിങ്ങൾ പ്രാക്ടിക്കലായിട്ടൊന്ന് ചിന്തിച്ചു നോക്കും. ജീവിതം അത് എൻജോയ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. മാക്സിമം അത് എൻജോയ് ചെയ്യും. ഫോർഗെറ്റ് ദ ഫ്യൂച്ചർ, ലിവ് ഇൻ ദ പ്രസന്റ്. ഓക്കെ? അവന്റെയൊക്കെ ഒരു യോഗം. ഓരോ ട്രിപ്പിലും ഓരോ പെണ്ണുങ്ങൾ. നിനക്കൊക്കെ എന്തോന്നടേ, നിന്റെയൊക്കെ സംസാരം കേട്ട തോന്നുമല്ലോ ഈ ഫ്ലാറ്റിലേക്ക് പെമ്പിളരെ കൊണ്ടുവരണമെന്ന്. യെസ്, കൊണ്ടുവരണം. ബെസ്റ്റ്. ഒറ്റയ്ക്ക് കൊണ്ടുവന്നാ മതി. ഞാൻ കാണൂല. ഞാൻ മാത്രമല്ല, അളിനും കാണൂല. ഞാൻ കാണും. അതാണ്. ഡേയ്, ഞാനും അവന്റെ കൂടെ കാണുമെന്ന്. നല്ലത് തന്നെ കൊല്ലും. ഇതൊന്നും അത്ര ശരിയല്ല. ഇതൊക്കെ വലിയ കളിയാണ്. മോനെ, വലിയ കളികളെ കളിച്ചു കൊടുക്കുന്ന സമയം കഴിഞ്ഞു. നമ്മുടെ ലാലേട്ടൻ പറയുന്ന പോലെ ഇനി ചെറിയ കളികളില്ല, കളികൾ വേറെ ലെവൽ. രണ്ടുപേരും ഒറ്റയ്ക്ക് പോയി അങ്ങ് കളിച്ചാ മതി. എന്നെ അങ്ങ് വെറുതെ വിട്ടേക്ക്. ഞങ്ങള് രണ്ടും ഉണ്ടെങ്കിൽ നീയും കാണും. അടി. ഡേയ്, അവൻ കള്ളിന്റെ പുറത്ത് വല്ലതും പറഞ്ഞിട്ട് പോയിന്ന് കരുതി ഇനി നിങ്ങൾ രണ്ടും കൂടെ അവന്റെ പുറകെ പോകാൻ പോവാണോ? എടാ, അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. ലൈഫ് എന്ന് പറഞ്ഞാലേ എൻജോയ് ഉള്ളേ. നമ്മൾ ഹാപ്പിനെസ് വേണ്ടി പലതും ചെയ്യാറില്ലേ? അതുപോലെ സിമ്പിൾ. ഡേയ്, നമ്മുടെ കാമുകിവൻ അറിഞ്ഞ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അളിയ, അവൻ പറയുന്ന പോലെ അവളുമാര് സേഫ്റ്റി നോക്കിയുള്ള പ്ലേ ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വരുന്ന 17-ാം തീയതി അവളുമാരുടെ കോഴ്സ് കഴിയും ഇല്ലേ? എന്നിട്ട് നൈസ് ആയിട്ട് അങ്ങ് എസ്കേപ്പ് ആവും. നീ എന്തോ ചെയ്യും? ഓ പിന്നെ അങ്ങനെയൊന്നും ഉള്ളവർക്ക് നമ്മൾ പെട്ടെന്നൊന്നും തേച്ചിട്ട് പോകാൻ പറ്റില്ല. അതൊക്കെ ഒരു വിവരം അറിയും. എന്തറിയും? നീ ആസിഡെടുത്ത് അവരെ പറയുവോ? ഇല്ല കിഡ്നാപ്പ് ചെയ്യൂ? ആ പരിപാടിയൊന്നും ഞാൻ ചെയ്യൂല. പിന്നെ നീ എന്തോ ചെയ്യും? വേറെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതുപോലെ ഒന്നും ചെയ്യാൻ പോകുള്ളൂ. നൈസായിട്ട് അവളുമാരെ തേച്ചിട്ട് പോകും. അത്രേ ഉള്ളൂ. ഡേയ്, നീയൊക്കെ എന്തോന്നാ ഈ സംസാരിക്കുന്നത്? അളിയ, പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നതുകൊണ്ട് മാത്രം. സിമ്പിൾ. അവളുമാരുമായിട്ട് നല്ല സിൻസിയർ ആയിട്ട് റിലേഷൻഷിപ്പാണ് നമുക്കുള്ളത്. അവരുമായിട്ട് ലൈഫ് ലോങ് ജീവിക്കണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അത്രേ ഉള്ളൂ. പക്ഷേ പെണ്ണാണ് വർഗം. ഈ കോഴ്സ് കഴിഞ്ഞ് അവർ പോകുമ്പോൾ അവരുടെ മനസ്സ് മാറില്ലെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. അങ്ങനെ ഒരു സംഭവം അവരുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് നമ്മൾ വിളിക്കുന്ന പല സ്ഥലങ്ങളിൽ അവർ വരാത്തത്. കണ്ട, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഫ്ലാറ്റിലെങ്കിലും ഒരു തവണയെങ്കിലും അവർക്ക് വന്നൂടെ? പക്ഷേ വരില്ല. ഇനി ജീവിതത്തിൽ വരാനും പോണില്ല. എടി, ഈ 15th അവന്മാരുടെ ബർത്ത്ഡേ അല്ലേ? ഈ 18th ഏതായാലും നമ്മൾ ഹോസ്റ്റലിൽ വെക്കട്ടെ, തിരിച്ചു പോകും. നെക്സ്റ്റ് ഇയർ ജോബ് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വേറെ വേറെ സ്ഥലങ്ങളിലായിരിക്കും. സോ നമ്മൾ എല്ലാവരോടും ഒരുമിച്ചുള്ള ലാസ്റ്റ് ബർത്ത്ഡേ ഇത്. അതുകൊണ്ട് അവന്മാർക്ക് ഒരു കിട്ടില്ല സർപ്രൈസ് തന്നെ കൊടുക്കണം. സർപ്രൈസോ? എന്ത് സർപ്രൈസ്? അതൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം. നിങ്ങൾ റെഡിയാണോ? ഞാൻ റെഡിയാണ്. നീയോ? ഞാനും റെഡി. എന്നാ പിന്നെ നമുക്ക് പൊളിച്ചേക്കാല്ലേ? പിന്നെ അല്ല. അപ്പോൾ നമ്മളിനി ഒന്നും ആലോചിക്കുന്നില്ല. നമ്മൾ പെണ്ണിനെ കൊണ്ടുവരുന്നു. എന്ത്? നല്ല കാര്യങ്ങൾക്ക് നല്ല ദിവസം തന്നെ വേണമെന്നാണല്ലോ. ഈ വരുന്ന 14th 25 വർഷം തികയുന്ന ആ സുദിനത്തിൽ നമ്മുടെ ബർത്ത്ഡേ നൈറ്റ്. ഈ 14th നൈറ്റ്
ബർത്ത്ഡേ ഗിഫ്റ്റും കേക്കും ആയിട്ട് നമുക്ക് അവരുടെ ഫ്ലാറ്റിലേക്ക് പോവാം. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ അവിടെ ഒരുമിച്ച് അടിച്ച് പൊളിക്കാം. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? സൂപ്പറാ. അത് മാത്രല്ല അവന്മാര് കുറെ നാളായില്ലേ നമ്മളെ ഫ്ലാറ്റിലേക്ക് വിളിക്കുന്നു. ഈ സർപ്രൈസ് എന്തായാലും അവന്മാര് ഞെട്ടിയിരിക്കും. അത് മാത്രല്ല, again one more plan. ഇനിയുണ്ടോ? ആ, ഈ 49 പാർട്ടിക്ക് ശേഷം നമ്മൾ എല്ലാരും കൂടെ ഒരുമിച്ച് പോകുന്നു straight to Goa. ഗോവ? Yeah, 2 days അവിടെ സ്പെൻഡ് ചെയ്തിട്ട് then we are going back to our home. Okay? ഓക്കേ. Set? അപ്പൊ നമ്മുടെ ഗേൾ ഫ്രണ്ട്സോ? എടാ അവളുമാരെ ഒരു രാത്രി എങ്ങും മറക്കളിയ. അല്ലെങ്കിൽ എന്താണ്, ഒരു കൂറ കേക്കും വാച്ചാ കോഫി ഷോപ്പിൽ വന്നിട്ട് സർപ്രൈസ് എന്ന് പറയും ചെയ്യും. 3 വർഷമായിട്ട് ഇതല്ലേ കണ്ടോണ്ടിരിക്കുന്നത്. നീ മടുത്തില്ലടാ? റിമൈനിങ് 7 days. ഈ 7 daysനുള്ളിൽ ഇങ്ങനെ ഒരു സർപ്രൈസിനെ കുറിച്ച് അവർക്ക് ഒരു ഡൗട്ടും തോന്നാൻ പാടില്ല. ഓക്കെ? ഗോവയ്ക്കൊക്കെ പോവാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ആക്ച്വലി ഐ ആം എ വെർജിൻ. വാട്ട് ഇഫ് ഐ ലൂസ് മൈ വെർജിനിറ്റി വെൻ വി ഗോ ടു ഗോവ ടുഗദർ? നീ ഒരു കാര്യം ചെയ്യ്. നിനക്ക് അത്രയ്ക്ക് പേടിയാണെങ്കിൽ നീ ആ പറഞ്ഞ സാധനങ്ങൾ നമുക്കെടുത്ത ലോക്കറിൽ പൂട്ടി വെക്കാം. അപ്പൊ അത് പോകുന്നുള്ള പേടി വേണ്ടല്ലോ. ദാറ്റ് നോട്ട് ഫണ്ണി. എടി പൊട്ടി, നീ അവനെ തേക്കാൻ വല്ല പ്ലാനും ഉണ്ടോ? നോ നെവർ. ഐ വോണ്ട് ഹിം. So it doesn't matter. സോ ഒരു സൗവും ഇല്ല. നമ്മൾ പോകുന്നു, അടിച്ചു പൊളിക്കുന്നു. ഓക്കെ? അല്ല 14 എന്ന് പറയുമ്പോൾ ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. 12, 13 ഇനി 7 ദിവസമേ ഉള്ളൂ. 7 ദിവസമല്ലളിയാ, 7 രാത്രികൾ. അലക്സ, പ്ലേ സം റൊമാൻറ്റിക് മ്യൂസിക്. ബാക്കിയുള്ള പാടിക്കോളൂ. നീ പാടി കിട്ടണമെങ്കിൽ ഇതുപോലെ തന്നെ കിട്ടണം. അല്ലേളിയാ? സത്യം. സത്യം. സണ്ണി ലിയോണിനെ കെട്ടാൻ നടക്കുന്ന 2 ജോണി കിട്ടന്മാര്. നിന്റെയൊക്കെ ഡയലോഗ് ഡെലിവറി അല്ലേ ഉള്ളൂ. ഏത് പെണ്ണ് വരാനാ? അളിയാ പെണ്ണിനെ കിട്ടും, കൊണ്ടുവരും. ഈ അമർ ആരാന്നോ മോൻ. അളിയ പെണ്ണിനെ കൊണ്ടുവരും പറഞ്ഞാൽ കൊണ്ടുവന്നിരിക്കും. ഇല്ല അളിയാ, എനിക്ക് പെണ്ണുങ്ങളെന്ന് പറഞ്ഞൂടാ. ഇല്ലേ? ഇല്ലോ. പിന്നെ നീ 14-ാം തീയതി സെലിബ്രേഷൻ ആണെന്നും മറ്റേ ശുഭദിനമാണെന്നൊക്കെ പറഞ്ഞത്. എടാ എനിക്ക് അങ്ങനത്തെ കമ്പനി ഒന്നുമില്ല. പക്ഷെ നമ്മൾ സെറ്റപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇന്നലെ ഞങ്ങൾ പറഞ്ഞത് തന്നെ. എനിക്കിത് അപ്പോഴേ തോന്നി. ബ്യൂട്ടിഫുൾ. ഡേയ് ഉറങ്ങിക്കിടക്കണേ വിളിച്ചോണ്ടർത്തി ചോറിന്റെ കറിയണമെന്ന് പറഞ്ഞ് പരിച്ചോണ്ടല്ലോ. ചോറും കറിയോ? ആ അങ്ങനൊക്കെ ഉണ്ട്. നിങ്ങൾ കൂളാവ്. കൂൾ ലെറ്റ് മീ പെണ്ണിനെ ഒപ്പിക്കാം. നമ്മൾ അലക്സ് അല്ലടാ, അവന് ചോദിച്ചാ പോരെ? അവനാ പെണ്ണുങ്ങളുടെ കമ്പനി ഉണ്ട്. അവനൊന്നും വേണ്ട. അവനറിഞ്ഞ നാട് മുഴുവൻ പാട്ടാക്കും. നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ കോണ്ടാക്റ്റിലുള്ള ഒറ്റ ഒരുത്തരെ അറിയാൻ പാടില്ല. അളിയാ ഞാൻ ഇന്നലെ പബ്ബിൽ പോയപ്പോഴേ ഒരു ചിക്കനെ പരിചയപ്പെട്ടു. വാ കാണിച്ചു തരാം. നിക്ക് സാറേ എന്നാണ് പേര്. ഇത് കൊള്ളാം. ഹലോ മക്കളെടാ, ഞാനടാ മാമൻ. മാമനെ? അതാര്? എന്ത് മാമ? എന്താണ് പരിപാടി അവിടെ? ഓ എന്ത് പരിപാടി മാമ, നമ്മളിവിടെ ഇങ്ങനെ മറ്റേ സാറയുടെ അല്ല മാമ ഡോറയുടെ പ്രയാണം കണ്ടോണ്ടിരിക്കുവായിരുന്നു. ഈ കുറുനരിക്ക് വലിയ സീന മാമ. മോഷ്ടിക്കല്ലേ എന്ന് പറഞ്ഞ കേക്കത്തേ ഇല്ല. അതിനിടെ ആ മാപ്പ് കൂടെ ഇല്ലായിരുന്നെങ്കിൽ ആ കൊച്ചു തെണ്ടിപ്പോയൻ. അതല്ലേ മക്കളെ കഥ? കറക്റ്റ് മാമ. അല്ല മാമനിപ്പോ ഡോറയുടെ കഥ പറയാനായിട്ട് വിളിച്ചതാണ്. എടാ മക്കളെ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഞാൻ ഈ അയ്യടാ എന്തെങ്കിലും വിഷമം പറയാൻ വിളിച്ചതായിരിക്കും. നിനക്ക് വേറെ പണിയൊന്നുമില്ല. ദേ വേണ്ടി വിളിക്കുന്നു. ബ്ലോക്ക് അവസാനം തൊല്ല കേസാവും. അത് വിട്, നമ്മളെ കാര്യങ്ങളോട് അല്ലളിയാ നമ്മള് നേരിട്ട് അപ്രോച്ച് ചെയ്യുന്നത് നാണക്കേടല്ലേ? നമുക്കങ്ങനെ പെണ്ണിനെ ഇവിടെ എത്തിച്ചാ പോരെ? മതി. നീ എത്തിക്കൂ. എനിക്കൊന്നും പറ്റത്തില്ല. പിന്നെ പക്ഷേ പെണ്ണിനെ കൊണ്ടുവരാൻ പറ്റിയ ഒരുത്തനുണ്ട്. അവനെ പൊക്കിയാ നടക്കും. അതാരാ?
ആരാ ഇത്? അവിനെ കേറി വാടാ. കേറി വാ. കേറി വാടാ. കേറി വാടാ നീ. എന്നാണ് നീ ഇങ്ങോട്ട് കേറി വാ. എന്ത് ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ. ദേ ജ്യൂസ് കുടി. അളിയ ജ്യൂസ് കൂടി ഓ, വേണ്ട ഇപ്പൊ എന്തോ ദാഹമില്ല. അയ്യോ പാവം എന്നാ പിന്നെ ജ്യൂസ് വേണല്ലേ. നീ ആകെ ക്ഷീണിച്ചു പോലടാ. തോന്നുന്നു നീ ടെൻഷൻ അടിക്കുന്ന കൂളായിട്ട് നിൽക്ക്. നിന്റെ ഫ്ലാറ്റ് തന്നെ, നിന്റെ ഫ്ലാറ്റ് നിന്റെ സ്ഥലം. എടാ ഇത് നിന്റെ ഫ്ലാറ്റ് ആണ്. എനിക്കൊണ്ട് മനസ്സിലാവണല്ലോ അങ്ങോട്ട്. ഇവ നമുക്ക് എത്ര തരവുള്ളൂ? എടാ വെറും 1.5 2 ലക്ഷം. അത് തന്നെ. 2 ലക്ഷം അല്ലേ? നീ ഇതിനാണ് അവനെങ്ങനെ വഴക്കുറഞ്ഞത്? അളിയ സോറി അളിയ അത് ഈ 2 ലക്ഷം രൂപയില്ല അതളിയ തരണ്ട തരണ്ടേ? വേണ്ട തള്ളി മൊത്തം 1 രൂപ പോലും തരണ്ട. സന്തോഷായില്ലേ എഴുതി തള്ളി. 1 രൂപ തള്ളി. ഫുള്ള് അളിയ വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ. കാര്യമായിട്ട് പറഞ്ഞതാ. എന്തിന് തള്ളണം വെറുതെ? അയ്യോ, അതാണല്ലോ ഞാൻ പറഞ്ഞുതരാം. നീ നമ്മള് മൂന്നുപേരായിട്ടൊന്ന് സഹകരിക്കണം. ഒരുമാതിരി നിക്കലോട്ട് നിക്കണം കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഞാനത് നടക്കൂല. ഐ എം സ്ട്രൈറ്റ്. അളിയ സ്ട്രൈറ്റ് ആയിട്ട് കാര്യം പറ എനിക്കത് തോന്നി. ആ അളിയ ഇത് അതൊന്നുമല്ല. അളിയന് മനസ്സിലായില്ല നീ നമുക്കൊരു ഹെൽപ്പ് ചെയ്ത് തരണം. ആരേലും കൊല്ലണോ? തട്ടിക്കൊണ്ട് കെട്ടിട്ട് പിന്നെ എന്നാ ഞാൻ പറയാം. നമുക്ക് മൂന്നോർക്കും കൂടെ ഒരു നല്ലൊരു പെണ്ണിനെ സെറ്റപ്പ് ആക്കി തരാം. അത്രേ ഉള്ളൂ. പെണ്ണിനെ ആ പെണ്ണിനെ നമുക്ക് മൂന്നൂർക്കും കൂടെ ഞാൻ സെറ്റാക്കി തരാം. കൈയടറാ കൈയടറാ. നീ എന്താ എന്നെ പറ്റി വിചാരിച്ചേ? ഞാനൊന്നും ചോദിച്ചില്ല. പിന്നെ ഫ്ലാറ്റും എടുത്ത് പെണ്ണിനെ കൂടെ സെറ്റപ്പ് ചെയ്ത ഞാൻ മാമേ. അളിയന് ഇപ്പൊ പരിപാടിയില്ല ഞാൻ അമ്മയുടെ പറഞ്ഞു ഇപ്പഴല്ല പണ്ടേ എനിക്ക് ആ പരിപാടി ഇല്ല. കാശ് കുറച്ച് അത്യാവശ്യമാണ് എന്ന് വെച്ചാൽ മറ്റേ ആത്മാഭിമാനം പണയം വെച്ചാൽ പരിപാടിക്ക് എനിക്ക് കിട്ടൂല. എന്നാ പിന്നെ പോട്ടല്ലേ. ആ പോ. ആ ചെയ്യ്. നിനക്ക് ചെയ്യാൻ പറ്റുമോ പറ്റൂല. അളിയ നമുക്ക് എത്ര രൂപ തരാനുള്ളേ 2 ലക്ഷം രൂപ. 2 ലക്ഷം അല്ലേ? ഓക്കേ. 2 ലക്ഷം അല്ലേ? 14 വന്നില്ലെങ്കിൽ വരും. വരണം 14 വരണം. തരും. 14 ആ പൈസ തരും. കേട്ടാ ഇവനിനി ഒരു കോണ്ടാക്ട് ഇല്ല. നീ പൊക്കോ, പൊക്കോ, പൊക്കോ. നീ ഇപ്പൊ പോണ്ട. അല്ല ഇപ്പൊ പൊക്കോ. പിന്നെ പൈസ കൊണ്ട് വരണം. പക്ഷേ ആ വരും. ഇറങ്ങി പോടാ. ഒരു ഇത് തരാൻ പറ്റിയില്ലെങ്കിൽ പെണ്ണിനെ കൊണ്ടുവന്ന ഓക്കെയാണ്. എനിക്ക് മനസ്സിലാവണല്ലോ എല്ലാം കൂടെ. എനിക്ക് മനസ്സിലായി നീ ഒരു മണ്ടനാണ്. ലൈറ്റ് ആയിട്ട്. അപ്പൊ സെറ്റക്കല്ലേ? ഈ ജീപ്പ് പരിപാടി പണം തരുന്നു, പെണ്ണിനെ സെറ്റാക്കി തരുന്നു. വിശ്വസിക്കാല്ലേ? വിശ്വസിക്കാം. 100% വിശ്വസിക്കാം. ഇരിയാളെയും കൂടി വേണ്ട, തുപ്പുന്ന് ഞാൻ കണ്ടായിരുന്നു. മാറ്റി വെക്കടാ. എന്താ തുപ്പുന്നേ? നമ്മളെ ഗസ്റ്റ് അല്ലടാ. നമുക്ക് നോക്കാം. നോക്കണം. ഓക്കെ. പെണ്ണ് അല്ലെങ്കിൽ പൈസ. ഓക്കെ.